നിങ്ങൾ SSLC പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആവാം, അല്ലെങ്കിൽ SSLC പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരൻ്റ് ആവാം. എന്താണെങ്കിലും SSLC എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോയിൽ കണ്ടാൽ മതി. അല്ലാത്തവർ വീഡിയോ കാണുന്നൊരു ടൈം വേസ്റ്റ് ആയിരിക്കും. ഇനി കുറേ കഥയൊന്നും പറയാണ്ട് ഞാൻ വീഡിയോൻ്റെ പോയിന്റിലേക്ക് ആദ്യം കിടക്കാം, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാം വിൻ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു ലേണിംഗ് ആപ്പ് കേരളത്തിലെ SSLC സ്റ്റുഡൻസിന്, എല്ലാ SSLCയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും 30 ഡേയ്സിന് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 7th ജൂണിനാണ്. ഇതിൽ താല്പര്യമുള്ളവർ 30 ദിവസത്തേക്ക് നമ്മുടെ ആപ്പിൽ എൻറോൾ ചെയ്ത് പഠിക്കാൻ, നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങാൻ താല്പര്യം ഉള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, SSLC എന്ന് മെസ്സേജ് ചെയ്യാം. വേറെ ഒന്നുമില്ല, വാട്സപ്പ് നമ്പർ കണ്ടല്ലോ, 7592092027. അതിലേക്ക് ജസ്റ്റ് SSLC എന്ന് വാട്സപ്പ് ചെയ്യാം. ഫോൺ വിളിക്കുന്നത് ഞങ്ങൾ വലിയ എൻകറേജ് ചെയ്യാറില്ല, കാരണം വെച്ചാൽ കുറേ എൻക്വയറീസ് വരും, ബുദ്ധിമുട്ടാവും. അപ്പോൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ അവർ പറഞ്ഞുതരും എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, ഇനി ആപ്പിൽ എൻറോൾ ചെയ്ത് എന്താ കിട്ടുക, 9 സബ്ജക്ട്സ് SSLC സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള 9 സബ്ജക്ട്സ്. അതായത് ഇത് ആപ്പിൻ്റെ ഹോം സ്ക്രീനാണ്. ഓക്കെ, വെറുതെ പറയല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം 1, മലയാളം 2 പ്ലസ് ഹിന്ദി. ഇത്രയും സബ്ജക്ട്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് 30 ഡേയ്സിന് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ 30 ഡേയ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എക്സാമിനർ ലേണിംഗ് ആപ്പിൻ്റെ കീഴിൽ പഠിച്ച അനേകം സ്റ്റുഡൻസ്, ഇത് കുറച്ച് പേരുടെ കമൻസ് മാത്രമാണ് നമ്മുടെ യൂട്യൂബിൽ പഠിച്ചവരുടെ. അനേകം സ്റ്റുഡൻസ് കഴിഞ്ഞ SSLC, ഈ വർഷം SSLC എക്സാം എഴുതിയ സ്റ്റുഡൻസ് ആണ്. ഇവരിൽ പലരും നമ്മുടെ ക്ലാസ്സസ് കണ്ടുകൊണ്ട് മാത്രമാണ് ഫുൾ A+ഉം ഫുൾ മാർക്കും ഉറപ്പിച്ചിരിക്കുന്നവർ. ഓക്കെ, ഈ കമൻസ് ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്രാക്ഷനാണ്. ആക്ച്വൽ കമൻസ് ഇതിൻ്റെ ഒരു 100 ടൈംസോ അല്ലെങ്കിൽ 200 ടൈംസോ ആയിരിക്കും. വെറുതെ പറയല്ല. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. കുറേ SSLCൻ്റെ വീഡിയോസ് കാണാം. അതിൽ SSLC ആൻസർ കീസിൻ്റെ വീഡിയോസ് ഉണ്ടാവും. അതായത് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോ സബ്ജക്ട്സിൻ്റെ ആൻസർ കീ ഇടുന്ന വീഡിയോ ഉണ്ടാവും. ആ ആൻസർ കീയുടെ വീഡിയോയുടെ താഴെ പോയി നോക്കുക, ജസ്റ്റ് കമൻസ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ SSLC ബാച്ചിന് ഒരു വൻ വിജയം ഉണ്ടാക്കി തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, ഞങ്ങളുടെ ഫാക്കൽറ്റിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സക്സസിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ 30 ഡേയ്സ് ഫ്രീ കൊടുക്കാനുള്ള ഒരു തീരുമാനം. അതായത് ഞങ്ങൾക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ്, 30 ഡേയ്സ് ഏതൊരു സ്റ്റുഡൻറ്റും ഞങ്ങളുടെ കൂടെ പഠിച്ചാൽ, അതായത് പഠിക്കണം, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, പഠിച്ചാൽ ആ സ്റ്റുഡൻറ്റ് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യും. മാത്രമല്ല ആ സ്റ്റുഡൻറ്റ് നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യും. അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ 30 ഡേയ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അത് വെറുതെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് പ്രൂഫ് ഇവിടെ കാണാം. ഓക്കെ, പ്രൂഫ് യൂട്യൂബിലും കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ 30 ഡേയ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത്രയും കോൺഫിഡൻ്റ് ആണ് നമുക്ക് ഒരു കുട്ടിക്ക്, ഏത് കുട്ടിക്കും, കേരളത്തിലെ ഏത് കുട്ടിക്കും വിജയം നൽകി കൊടുക്കാൻ കഴിയുന്നു. ഇനി പലർക്കും ഈ ലേണിംഗ് ആപ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ റിപ്പൾഷൻ ഉണ്ടാവും. കാരണം ഇത്രയേ ഉള്ളൂ, മിക്ക ലേണിംഗ് ആപ്പിലും സംഭവിക്കുക ഇതാണ്: നിങ്ങൾ പോയി ഫീസ് അടയ്ക്കുന്നു, അവർ പറയും അവരുടെ ആപ്പിൽ ക്ലാസ്സസ് ഉണ്ട്, നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറയും, പിന്നെ അവരുടെ അഡ്രസ്സും ഉണ്ടാവില്ല. ഇതാണ് സാധാരണ സംഭവിക്കുക. പിന്നെ കുട്ടി ആ ഫോൺ ഒരിക്കലും തൊട്ട് നോക്കുപോലുമില്ല. ഇങ്ങനെയായിരിക്കും സാധാരണ എല്ലാ ലേണിംഗ് ആപ്പിലും സംഭവിക്കാറ്. ഞങ്ങളതിന് അവെയറാണ്. പക്ഷെ നമ്മുടെ ലേണിംഗ് ആപ്പ് ഒരു ലേണിംഗ് ആപ്പും നമ്മുടെ എക്സാമിനറിൻ്റെ ഈ പ്രോഗ്രാം ഒരു പ്രോഗ്രാമാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ടൂളാണ് ലേണിംഗ് ആപ്പ്. അത് ഞാൻ വെറുതെ പറയല്ല, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടുവരെ എന്ത് ചെയ്യുക, ഫുള്ള് തന്നെ കാണാം, എന്നിട്ട് മനസ്സിലാക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മെൻറ്റർഷിപ്പ് വെച്ചിട്ടാണ്. അതായത് വെറുതെ ഒരു ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞു വിടല്ല ചെയ്യുക. ഓരോ കുട്ടിക്കും ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും, ഒരു പേഴ്സണൽ മിസ് ഉണ്ടാവും, ഒരു ടീച്ചർ ഉണ്ടാവും. അപ്പോൾ ഈ പേഴ്സണൽ മെൻറ്ററിന് എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഏതൊരു സ്റ്റുഡൻറ്റും പഠിക്കുമ്പോൾ ഡൗട്ട് വരും. അപ്പോൾ സ്കൂളിൽ ടീച്ചർ പറയുമ്പോൾ ഡൗട്ട് വരാം, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുമ്പോൾ ഡൗട്ട് വരാം, ഇനി ആപ്പിൽ നമ്മുടെ ആപ്പിലെ ക്ലാസ്സസ് കാണുമ്പോൾ വരെ ഡൗട്ട് വരാം. ഡൗട്ട് വരണം. അപ്പോൾ ആ ഡൗട്ട് വരുമ്പോൾ ക്ലിയർ ചെയ്ത് തന്നെ പോകണം. ഡൗട്ട് ഇങ്ങനെ വെച്ച് അവസാനത്തേക്ക് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിൽ വരുന്ന ഡൗട്ട് അപ്പോൾ ക്ലിയർ ചെയ്ത് പോകണം. ആ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെൻറ്റർ അല്ലെങ്കിൽ ടീച്ചറാണ് ഈ പേഴ്സണൽ മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഡൗട്ട് വരുമ്പോൾ ചിലപ്പോൾ സ്കൂളിലെ ടീച്ചറിന് അടുത്ത് സമയം ഉണ്ടാവില്ല അവർക്ക് ഇത്രയും സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ. ട്യൂഷൻ ടീച്ചേഴ്സിന് വരെ സമയവും സൗകര്യവും ഉണ്ടാവാറില്ല. അതിനുള്ള സൊല്യൂഷനാണ് ഈ പേഴ്സണൽ മെൻറ്റർ. അപ്പോൾ കുട്ടിക്ക് ഡൗട്ട് വന്നാൽ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് ഡൗട്ട് വന്നാൽ എന്ത് ചെയ്യാം, അപ്പം ക്ലിയർ ചെയ്യാം. ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ ഫോൺ വിളിച്ചിട്ടാവട്ടെ. ഇനി സ്റ്റുഡൻസിന് മാത്രമല്ല, പേരൻസിനും ഇവരെടുത്ത് സംസാരിക്കാവുന്നതാണ്. പേരൻസിനും സ്റ്റുഡൻറ്റിൻ്റെ പഠനത്തിൻ്റെ പ്രോഗ്രസ്സിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എന്തിനു വേണമെങ്കിലും ഇവരെ പേഴ്സണൽ മെൻറ്റർ ആയിരിക്കും ഈ പേരൻസിൻ്റെയും പോയിന്റ് ഓഫ് കോൺടാക്ട്. ഓക്കെ, അപ്പം എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയായിരിക്കുന്നതായിരിക്കും. കുറേ പേരായിരിക്കും ക്ലാസ്സസ് എങ്ങനെയാണ്, ഫുൾ റെക്കോർഡഡ് ആയിരിക്കും. അതെ, മിക്ക ക്ലാസ്സസും റെക്കോർഡഡാണ്. കാരണം എത്രയേ ഉള്ളൂ, ഈ സ്റ്റുഡൻറ്റിന് എപ്പോൾ വേണമെങ്കിലും, ഏത് സമയം വേണമെങ്കിലും, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ ക്ലാസ്സസ് കാണാൻ പറ്റും.
ഓക്കെ. ഇനി റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലാസ് ആണോ? അല്ല, 10 to 12 hours ആണ് ഓരോ ക്ലാസ്സും റെക്കോർഡ് ചെയ്യും, ഓരോ വീഡിയോ റെക്കോർഡ് ചെയ്യും. അത്രയും സമയം എടുത്തിട്ട്, അത്രയും ആലോചിച്ച്, അത്രയും ടീം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൈ ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും നമ്മുടെ സ്റ്റുഡൻറ്റിന് പഠിക്കാനുണ്ടാവുക. അവർക്ക് ഒരിക്കലും ബോറടിക്കില്ല, മാത്രമല്ല അവർക്ക് ആ കോൺസെപ്റ്റ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂറിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനം ഒരു 10 മിനിറ്റിൽ കിട്ടിയാൽ അത്രയും എളുപ്പമല്ലേ? അത്രയും സമയം നമ്മൾ ലാഭിച്ചു, അത്രയും സമയം വേറെ എന്തെങ്കിലും പഠിക്കാൻ പറ്റും. അപ്പോൾ അത്രയും വെൽ തോട്ട് ഔട്ട്, വെൽ പ്ലാൻഡ് ക്ലാസ്സസ് ആയിരിക്കും നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. ഇനി റെക്കോർഡ് ക്ലാസ് നമുക്ക് മാത്രമേ ഉള്ളൂ? അല്ല, നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ടാവും. റെക്കോർഡ് ക്ലാസ് കൊണ്ട് മാത്രം ഒരു സ്റ്റുഡൻറ്റിന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, ഫുള്ളി പഠിക്കാൻ പറ്റില്ല. കാരണത്തിലുള്ളൂ അവർ കാണുന്നത് ഒരു ആക്ച്വൽ മനുഷ്യനെയാണോ എന്ന് അവർക്ക് തന്നെ ചെറിയൊരു സംശയം വരും, റോബോട്ടിനെയാണോ എന്ന് സംശയം വരും. അതുകൊണ്ട് തന്നെ അതേ ടീച്ചേഴ്സ് ആരൊക്കെയാണോ റെക്കോർഡ് ക്ലാസ് തീർക്കുന്നത് അവർ തന്നെ പെരിയോഡിക്കലി ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരും. ഈ ലൈവിൽ വരുന്ന എന്തിനാണ്? വെറുതെ എൻ്റർടൈൻമെൻ്റ് അല്ല. ഓരോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുട്ടി ഓരോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ആ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും ആ ടീച്ചർ ലൈവായിട്ട് വരിക, ടീച്ചറിന് ഈ സ്റ്റുഡൻസിന് മുമ്പിൽ ലൈവായിട്ട് വരിക. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും അത്. ചാപ്റ്ററിന് മുൻപും ഉണ്ടാവും, ചാപ്റ്ററിന് ശേഷവും ഉണ്ടാവും. ഇനി ശേഷം എന്തിനാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓരോ ചാപ്റ്ററിന് ശേഷവും ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ഓക്കെ, നമ്മൾ വെറുതെ കുറേ തിയറി ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അവസാനം നമ്മൾ ഫൈനൽ എക്സാം എഴുതേണ്ടത് നമ്മുടെ SSLC ഒരു പബ്ലിക് എക്സാമാണ്. ആ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനാണ് ഈ ഒരു വർഷം. അപ്പോൾ അവസാനം പോയി പബ്ലിക് എക്സാം എഴുതുമ്പോൾ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു, പക്ഷേ പബ്ലിക് എക്സാം എഴുതാനാകുമ്പോൾ ഒന്നും അറിയില്ല എങ്കിൽ നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ടത് ഇൻ എ സെൻസ് വേസ്റ്റ് ആയി പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് എക്സാം എഴുതിയൊരു ശീലം വേണം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് ഓരോ ചാപ്റ്ററിന് ശേഷവും കണ്ടക്ട് ചെയ്യും. അപ്പം നിങ്ങൾ പലരും സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ, അയ്യോ ഇതെന്തിനാണ് ഞാൻ ഈ വീഡിയോ കണ്ടതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടോ? പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഒരു ഫുൾ A+ അല്ലേ, അങ്ങനെ നല്ലൊരു ഹൈ സ്കോർ കിട്ടാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്ററിന് ശേഷം ഉണ്ടാവും ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ഈ ടെസ്റ്റ് പേപ്പർ ചെയ്തതിന് ശേഷം നമ്മൾ വെറുതെ വീഡിയോ ആണോ ചെയ്യുക? വെറുതെ ടെസ്റ്റ് പേപ്പർ എഴുതി നല്ല മാർക്കിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞു, മോശം മാർക്കിട്ട് നിങ്ങൾ പഠിച്ചില്ല, ഒന്നുകൂടി പോയി പഠിക്കും, അങ്ങനെ പറഞ്ഞ് വീഡിയോ എല്ലാം ചെയ്യാം. നമുക്ക് അതിന് ശേഷം വീണ്ടും ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലൈവ് സെഷൻ ഉണ്ടാവും, ചാപ്റ്ററിന് ശേഷം എന്തുണ്ടാവും? ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. ആ ലൈവ് സെഷനിൽ നമ്മൾ ഈ നടന്ന ഈ ടെസ്റ്റ് പേപ്പറിൽ ഓരോ ചോദ്യവും നിങ്ങളുടെ മുൻപിൽ ഇരുന്ന ആ ഫാക്കൽറ്റി സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും ചോദിക്കാം, അപ്പോഴും ഡൗട്ട് ചോദിക്കാം. മിസ് എനിക്കത് മനസ്സിലായില്ല, സ്കൂളിലെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തന്നു, അതും എനിക്ക് മനസ്സിലായില്ല. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ധൈര്യമായിട്ട് ചെയ്യാം, ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ ആ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് പേപ്പറിലെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പഠിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പ്രോഗ്രാം. വെറുതെ കുറേ ആപ്പിലെ ക്ലാസ്സസ് കണ്ട് തന്ന് വീഡിയോ എല്ലാം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോഴേക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഈ ടെസ്റ്റ് പേപ്പർ നമുക്ക് വെറുതെ നമ്മുടെ ആപ്പിലെ ചില ആപ്പുകാരും ചില കോച്ചിങ് സെൻറ്റേഴ്സും ട്യൂഷൻ സെൻറ്റേഴ്സ് വരെ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് വെറും തമാശ പോലെയാണ് ഞങ്ങൾക്ക് തോന്നാറ്. കാരണം ഇത്രയേ ഉള്ളൂ, അവർ ആപ്പിൽ കുറേ MCQ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതായത് വെറുതെ ഞെക്കി കളിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നിട്ട് വിടും ടെസ്റ്റ് പേപ്പറാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് പേപ്പർ എങ്ങനെയാണോ നമ്മൾ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ആ രീതിയിൽ ടെസ്റ്റ് പേപ്പർ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അത് പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യണം, പേപ്പറിൽ എഴുതി തന്നെ സബ്മിറ്റ് ചെയ്യണം, അല്ലാണ്ട് വെറുതെ ഫോണിൽ ഞെക്കി കളിച്ചാൽ പോരാ. അപ്പോൾ ആ രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള എക്സാം ബേസ്ഡ് ടെസ്റ്റ് പേപ്പർ ആയിരിക്കും. എക്സാം എങ്ങനെ നടത്തുന്നു അങ്ങനെ തന്നെ ആയിരിക്കും ടെസ്റ്റ് പേപ്പർ നടത്താൻ. ഓക്കെ, ഇനി പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ബുക്സ് കിട്ടാനില്ല, അവിടുന്ന് ബുക്സ് വാങ്ങണ ഇത്ര പൈസയോ, അത് വേണ്ടേ ഇത് വേണ്ട എന്നൊക്കെ പറയും. ഇനി ഒരു ബുക്സിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അത് കുറേ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫോർമുലാസ് ഉള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻ ബാങ്ക്, എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് പോലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നോട്ട്സ് ഉണ്ടാക്കുന്നതിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ നോട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഒന്നും മിസ്സായി പോവില്ല. ഓക്കെ, ഈ ഡീറ്റെയിൽഡ് നോട്ട്സ് നോക്കിയിട്ട് കുട്ടിക്ക് സ്റ്റുഡൻറ്റിന് വീണ്ടും നോട്ട്സ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ സൊല്യൂഷൻസ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻസ്, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല സ്റ്റഡി മെറ്റീരിയൽസും നമുക്ക് നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. വൺസ് യു എൻറോൾ വേറെ എക്സ്ട്രാ പോയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല അവിടെ. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യണം. ഈ പറഞ്ഞ പ്രോസസ്സ് ഓരോ ചാപ്റ്ററിന് മുൻപും പിൻപും ലൈവ് സെഷൻസ് ഉണ്ടാവും, ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടാവും. പക്ഷേ എക്സാം ടൈം ആകുമ്പോൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. ബാക്ക് ടു ബാക്ക് റിവിഷൻ ആയിരിക്കും. ഓരോ ദിവസവും 2, 3, 4 മണിക്കൂർ ക്ലാസ്സസ് ഉണ്ടാവും. അത് പേടിപ്പിക്കാനൊന്നും അല്ല. അങ്ങനെ പഠിച്ചാൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഫുൾ A+ ഉറപ്പാക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, ആരും വെറുതെ ലാവിഷായിട്ട് നല്ല സുഖമായിട്ട് ഇരുന്ന് പഠിച്ച് ചില്ല് ചെയ്തിട്ട് ഒരിക്കലും നല്ലൊരു മാർക്ക് ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല.
അതിനി വാങ്ങിക്കില്ല. അപ്പോൾ എക്സാം ടൈം ആകുമ്പോൾ നല്ലൊരു റിവിഷൻ ഉണ്ടാവും, നല്ല സ്ട്രോങ് ആയിട്ട് റിവിഷൻ ഉണ്ടാവും. ആ റിവിഷൻ കൂടി കഴിയുമ്പോൾ സ്റ്റുഡൻറ്റിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ A+ ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അതായിരിക്കും നമ്മുടെ പ്രോപ്പോസിഷൻ. അപ്പം കുറേ സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷം ഇങ്ങനെ പേടിച്ചൊക്കെ ഇരുന്നവരുണ്ടാവും. ഓക്കെ, പേടിച്ച് അയ്യോ സാർ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ബോധം കെടും അങ്ങനെയൊക്കെ പറഞ്ഞ് വന്ന സ്റ്റുഡൻസ് ഒക്കെ എന്താണ് അവസാനം എക്സാം കഴിഞ്ഞപ്പോൾ സാർ നന്നായി, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് നന്നായി എന്ന് പറഞ്ഞാൽ ഞങ്ങളടുത്ത് പറയുന്നു. അത് ഞങ്ങൾ വെറുതെ പറയല്ല, ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൂഫ് ഞാൻ കാണിച്ചു തന്നു അല്ലേ, ഈ പ്രൂഫ് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ആവുന്നേ ഉള്ളൂ. പ്രൂഫ് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ആവും. ഇനി ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, 30 days കഴിഞ്ഞാൽ അപ്പോൾ പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കണം. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റിനോ അല്ല സ്റ്റുഡൻറ്റ് കേൾക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിനോ നിങ്ങൾക്കോ ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുകയാണ്, ഇങ്ങനെ പഠിച്ചാൽ നല്ലൊരു മാർക്ക് കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ അതിന് ശേഷം 2 ടൈപ്പ് പാക്കേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഒന്നെന്ന് പറയുമ്പോൾ ബേസിക് പാക്കേജ്, അതിലെന്തുണ്ടാവില്ല, മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഒന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായം ഉണ്ടാവില്ല, ബാക്കി എല്ലാം ഉണ്ടാവും. ചാപ്റ്ററിന് മുൻപും പിൻപും ടെസ്റ്റ് പേപ്പറും എക്സാം റിവിഷനും എല്ലാം ഉണ്ടാവും. ആകെ എന്തുണ്ടാവില്ല, ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുണ്ടാവില്ല. അൾട്ടിമേറ്റ് പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ആ ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ടാവും. അത്രയേ ഉള്ളൂ മെയിനായിട്ട് വരുന്ന ഡിഫറൻസ്. ഓക്കെ, പിന്നെ ഇടയ്ക്ക് കുറച്ച് ടെസ്റ്റ് പേപ്പറിൻ്റെ എണ്ണം കൂട്ടിയിട്ട് അൾട്ടിമേറ്റ് സ്റ്റുഡൻസിന് കൊടുക്കും. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. മെയിനായൊരു ഡിഫറൻസ് എന്താണ്, മെൻറ്റർഷിപ്പിൻ്റെ ഡിഫറൻസ് ആണ്. മെൻറ്റർഷിപ്പ് വേണ്ടവർ എന്ത് ചെയ്യുക, അതെടുക്കുക, വേണ്ടാത്തവർ ഇതെടുക്കുക. ഇതൊന്നും 30 days കഴിഞ്ഞ് തോന്നുന്നില്ല, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, തോന്നാലോ ചിലവർക്ക് അങ്ങനെ തോന്നാം, എന്ത് ചെയ്യുക, ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രഷറും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും ഫീസ് വാങ്ങിയിട്ടോ അത് പിന്നെ റീഫണ്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടല്ല എടുക്കുന്നത്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ശരിക്കും താല്പര്യമുള്ളവർ മാത്രം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിൽ എൻറോൾ ചെയ്യാനുള്ള പ്രൊസീജിയർ ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ജസ്റ്റ് ഈ വാട്സപ്പ് നമ്പർ 7592092027 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് SSLC മെസ്സേജ് അയയ്ക്കുക. അവർ പറഞ്ഞോളൂ എന്തായിരിക്കും പ്രൊസീജിയേഴ്സ്. 0 മണിയാണ്, 0 ഫീ, 0 പേയ്മെൻറ്റ്, ഒന്നുമില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 7th ജൂണിനാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 7th ജൂണിൽ ഒരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ടാവും. അതിന് ശേഷമായിരിക്കും ഓരോ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സ് നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യുക, ടീച്ചേഴ്സ് പറയുന്ന കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ എഴുതുക. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കാം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നല്ലൊരു ഹിസ്റ്ററി ഉണ്ടാക്കാം, നല്ലൊരു ജേർണി ആയിരിക്കും. നിങ്ങൾക്ക് എയിം, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഡ്രീം ഉണ്ട് എങ്കിൽ, ഫുൾ A+ കിട്ടണമെന്നൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഏത് എക്സ്റ്റെൻറ്റ് വരെ ഞങ്ങൾ നൽകി. അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യമാണ്. പക്ഷേ ഇനിയും വീണ്ടും അടുത്ത വർഷം ഇതിൽ കൂടുതൽ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഓപ്റ്റ് ചെയ്യണ്ട. 30 days കഴിഞ്ഞു, ഒന്നും നഷ്ടപ്പെടാനില്ല, കുറച്ച് കാര്യങ്ങൾ ഗെയിൻ ചെയ്യാനേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ SSLC ആസ്പിരൻസ്. നിങ്ങൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ. താല്പര്യമുള്ളവർ വേഗം തന്നെ 7ാം തീയതി ജൂണിനാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേഗം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിയിക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. Exam winner. Crack your exams with Exam Winner and be a true winner.